ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെൻറ്റിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷനും അതുപോലെ ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റുമാണ്. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെൻറ്റിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷനാണ്. മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ വിത്ത് ദ എയിം ഓഫ് അച്ചീവിങ് ദ ഗോൾസ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും ഒരു ഓർഗനൈസേഷൻ്റെ ഗോള് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. ഫിനാൻസ്, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് എക്സെട്ര. സോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന ആക്ടിവിറ്റീസിനെ മാനേജ് ചെയ്ത് ഓവറോൾ ആയിട്ടുള്ള ഒരു ഗോള് അച്ചീവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. FW ടൈലർ മാനേജ്മെൻറ്റിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് നോവിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് യുവർ മെൻ ടു ഡു ആൻഡ് ദെൻ സീയിങ് ദാറ്റ് ദേ ഡു ഇറ്റ് ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സിൽ നിന്ന് എന്ത് ചെയ്യണമെന്ന് തിരിച്ചറിയുകയും അത് ഏറ്റവും ചിലവ് കുറഞ്ഞതായ രീതിയിൽ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഹെൻറി ഫയോൾ ഒരു ഫ്രഞ്ച് മൈനിങ് എഞ്ചിനീയർ ആണ്. അദ്ദേഹം ഡെവലപ്പ് ചെയ്ത 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിലൂടെ അദ്ദേഹത്തിനെ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഹെൻറി ഫയോളിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിളാണ് ഡിവിഷൻ ഓഫ് വർക്ക്. ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത് ഒരു ഓർഗനൈസേഷനിലെ ടോട്ടൽ വർക്കിനെ നമ്മൾ ചെറിയ സബ് വർക്കുകളായി ഡിവൈഡ് ചെയ്ത് ഓരോ എംപ്ലോയീസിനും അവരുടെ എബിലിറ്റിക്കും എക്സ്പീരിയൻസിനും അനുസരിച്ച് വർക്ക് അസൈൻ ചെയ്ത് നൽകുന്നതാണ്. ഇങ്ങനെ അസൈൻ ചെയ്ത് നൽകുന്നതിലൂടെ ആ വർക്കിൽ അവർക്ക് സ്പെഷ്യലൈസ് ചെയ്യുന്നതിനും അവരുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത പ്രിൻസിപ്പിളാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഹെൻറി ഫയോൾ പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ ഒരു ബാലൻസ് വേണം എന്നാണ്. അതോറിറ്റി എന്ന് പറയുമ്പോൾ ഒരു സുപ്പീരിയറിന് അവരുടെ സബോർഡിനേറ്റിന് കമാൻഡ് കൊടുക്കാനും ഡിസിഷൻ മേക്കിംഗ് എടുക്കാനുമുള്ള ഒരു പവറിനെയാണ്. അതേസമയം സുപ്പീരിയർ അസൈൻ ചെയ്ത് നൽകുന്ന ആ ടാസ്ക് പ്രോപ്പർ ടൈം ഫ്രെയിമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സബോർഡിനേറ്റിൻ്റെ കടമ അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഓർഗനൈസേഷൻ്റെ ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. തേർഡ് പ്രിൻസിപ്പിളാണ് ഡിസിപ്ലിൻ. നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഏറ്റവും അധികം വേണ്ട ഒരു കാര്യമാണ് ഡിസിപ്ലിൻ. ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് അതുപോലെ എംപ്ലോയ്മെൻറ്റ് എഗ്രിമെൻ്റ് അനുസരിച്ചും അത് റെസ്പെക്റ്റ് ചെയ്തുമായിരിക്കണം സുപ്പീരിയർ ആയാലും സബോർഡിനേറ്റ് ആയാലും വർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അത് വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് പണിഷ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു എംപ്ലോയി ഓർഗനൈസേഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷന് എതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ സുപ്പീരിയറിന് എംപ്ലോയിനെ സസ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യാനുമുള്ള ഒരു അധികാരമുണ്ട് എന്നാണ് ഹെൻറി ഫയോൾ ഡിസിപ്ലിൻ എന്നൊരു പ്രിൻസിപ്പിളിലൂടെ പറയുന്നത്. ഫോർത്ത് പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത് ഒരു സബോർഡിനേറ്റ് ഓർഡേഴ്സും ഓർ ഇൻസ്ട്രക്ഷൻസ് റിസീവ് ചെയ്യുമ്പോൾ ഒരു സുപ്പീരിയറുടെ അടുത്ത് നിന്ന് മാത്രമേ റിസീവ് ചെയ്യാൻ പാടുള്ളൂ. ഒന്നിലധികം സുപ്പീരിയറുടെ അടുത്ത് നിന്ന് ഇപ്പോൾ ഓർഡേഴ്സ് റിസീവ് ചെയ്യുകയാണെങ്കിൽ പലതരം ഒപ്പീനിയൻസും സജഷൻസും ഉള്ളതുകൊണ്ട് തന്നെ ആ വർക്ക് ചിലപ്പോൾ ഡിലേ ആകുന്നതിന് കാരണമാകും. നെക്സ്റ്റ് പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് ഡിറക്ഷൻ. ഈ ഒരു പ്രിൻസിപ്പിളിലൂടെ ഹെൻറി ഫയോൾ പറയുന്നത് സെയിം ഒബ്ജക്റ്റീവ് ഉള്ള ആക്ടിവിറ്റീസിന് ഒരു ഹെഡും സെയിം പ്ലാന് മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നതാണ്. ആ ഒരു പ്ലാനിലും ഒരു സുപ്പീരിയറുടെ നിർദ്ദേശങ്ങൾക്കും അനുസരിച്ചാവണം എംപ്ലോയീസ് വർക്ക് ചെയ്യേണ്ടത്. അത് അല്ല എങ്കിൽ ആ വർക്ക് എഫിഷ്യൻ്റായിട്ട് ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. നെക്സ്റ്റ് പ്രിൻസിപ്പിളാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. ഒരു ഓർഗനൈസേഷനിൽ സുപ്പീരിയേഴ്സ് ആയിട്ടും സബോർഡിനേറ്റ്സ് ആയിട്ടും ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ടാവാം.
ഓരോരുത്തർക്കും എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസും ഡിഫറെൻ്റ് ഇൻട്രസ്റ്റും ആയിരിക്കും. പക്ഷേ ഒരു ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിനേക്കാളും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ജനറൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റിന് ആയിരിക്കണമെന്നാണ് ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത്. അടുത്ത പ്രിൻസിപ്പിളാണ് റെമ്യൂണറേഷൻ ടു എംപ്ലോയീസ്. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഫെയർ ആയിട്ടുള്ളതും റീസണബിൾ ആയിട്ടുള്ളതുമായ റെമ്യൂണറേഷൻ കൊടുക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ നൽകുന്ന റെമ്യൂണറേഷൻ അവർക്ക് അസൈൻ ചെയ്ത വർക്കിനനുസരിച്ച് കോസ്റ്റ് ഓഫ് ലിവിങ്, ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് എന്നിവ അനുസരിച്ചായിരിക്കണം. ഹെൻറി ഫയോളിൻ്റെ 8th പ്രിൻസിപ്പിളാണ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ടോപ്പ് മാനേജ്മെൻറ്റിൽ മാത്രം അതോറിറ്റിയും ഡിസിഷൻ മേക്കിംഗ് പവറും എല്ലാം ഒതുങ്ങി നിൽക്കുന്നതിന് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെയാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ബേർഡൻ ഒഴിവാക്കാൻ വേണ്ടി ഡിഫറെൻറ്റ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റിലേക്ക് അവർ ആ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഡിസ്പേഴ്സ് ചെയ്ത് കൊടുക്കും. അതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി പറയുന്നത് പോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്സിന് വേണ്ടി സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷൻ തമ്മിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ബാലൻസ് ഉണ്ടായിരിക്കണമെന്നാണ് ഹെൻറി ഫയോൾ പറയുന്നത്. 9th പ്രിൻസിപ്പിളാണ് സ്കാലർ ചെയിൻ. സ്കാലർ ചെയിൻ എന്ന് പറയുന്നത് ഫോർമൽ ലൈൻ ഓഫ് അതോറിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു മോഡലാണ്. ഇതിൽ 2 രീതിയിലുണ്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, ടോപ്പ് ടു ബോട്ടവും ബോട്ടം ടു ടോപ്പും. ടോപ്പ് ടു ബോട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നത് ടോപ്പ് മാനേജ്മെൻറ്റിൽ നിന്നും ലോ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എംപ്ലോയീസിലേക്കായിരിക്കും. ബോട്ടം ടു ടോപ്പ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസിൻ്റെ അടുത്ത് നിന്ന് അഥവാ ലോവർ ലെവൽ ഓഫ് മാനേജ്മെൻറ്റിൽ നിന്നും ഒരു മെസ്സേജ് ടോപ്പ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റിലേക്ക് പാസ് ചെയ്യുന്നതിനെയാണ്. ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഒരു കമാൻഡ് അല്ലെങ്കിൽ ഒരു ഓർഡർ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുത്തു അത് കൺവേ ചെയ്യണം. ഡയഗ്രത്തിലുള്ളതുപോലെ എ എന്ന് പറയുന്ന ഒരു സുപ്പീരിയർക്ക് ഡിസിഷൻ താഴെയുള്ള സബോർഡിനേക്ക് അറിയിക്കണമെങ്കിൽ ബി എന്ന മാനേജറിനോടോ അല്ലെങ്കിൽ സി എന്ന മാനേജറിനോടോ പറയാം. അവർ അവരുടെ താഴെയുള്ളവർക്ക് മെസ്സേജ് കൺവേ ചെയ്യും. ഇനി അഥവാ ലോവർ ലെവൽ ഓഫ് മാനേജർ ഓർ എംപ്ലോയീസിന് എന്തെങ്കിലും ഒരു മെസ്സേജ് കൺവേ ചെയ്യണമെങ്കിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മുകളിലേക്ക് ഈ മെസ്സേജ് പാസ് ചെയ്യുകയും അറ്റ് ലാസ്റ്റ് എന്താണ് ടോപ്പ് മാനേജ്മെൻറ്റിൽ എത്തുകയാണ് ചെയ്യുക. ഹെൻറി ഫയോള് എമർജൻസി എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷനെ ഡിലേ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു പ്ലാനാണ് ഗാങ് പ്ലാങ്ക്. 10th പ്രിൻസിപ്പിളാണ് ഓർഡർ. ഓർഡർ എന്ന് പറയുന്നത് അറേഞ്ച്മെൻറ്റ് ഓഫ് തിങ്സ് ആൻഡ് പേഴ്സൺസ് ആണ്. അതായത് ഒരു ജോലി ആര് ചെയ്യണം, ദ റൈറ്റ് മാൻ ഈസ് പ്ലേസ് ഇൻ ദ റൈറ്റ് പ്ലേസ് എന്നാണ് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിൽ ഒരു ജോബ് ചെയ്യുന്ന ആൾ ആ വർക്ക് ചെയ്യാനുള്ള കറക്റ്റ് സ്പെഷ്യലൈസേഷൻ ഉള്ള ആളായിരിക്കണം. ആളെ ആയിരിക്കണം ആ ജോബിലേക്ക് എന്ത് ചെയ്യേണ്ടത്, അപ്പോയിൻമെൻറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ബെസ്റ്റ് റിസൾട്ട് കിട്ടുക എന്നതാണ് ഫയോൾ പറയുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഓർഡർ വേണമെന്നാണ് ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത്. 11th പ്രിൻസിപ്പിളാണ് ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഫേവറിസം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ നടക്കാനിടയുള്ള ഡിസ്ക്രിമിനേഷൻ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ജസ്റ്റിസ് ആയിട്ടും ഫേവറായിട്ടും എല്ലാ എംപ്ലോയീസിനെയും ഈക്വലി കാണുക അല്ലെങ്കിൽ ഈക്വലി അവരെ ട്രീറ്റ് ചെയ്യുക എന്നതാണ് ഇക്വിറ്റി എന്ന പ്രിൻസിപ്പിളിൽ പറയുന്നത്. 12th പ്രിൻസിപ്പിളാണ് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ ഫ്രീക്വൻ്റ് ആയിട്ട് വേറെ പോസ്റ്റിലേക്ക് മാറ്റാതിരിക്കുക. എംപ്ലോയീസിന് എന്താണ് കൂടുതൽ സമയം ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ തന്നെ നിലനിർത്തുകയാണെങ്കിൽ അവർക്ക് ആ കമ്പനിയിൽ ഓവറോൾ വർക്ക് ഫ്ലോ പഠിക്കാനും എഫിഷ്യൻ്റായി വർക്ക് ചെയ്യാനും സാധിക്കും എന്നാണ് ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത്. 13th പ്രിൻസിപ്പിളാണ് ഇനീഷ്യേറ്റീവ്. ഇനീഷ്യേറ്റീവ് എന്ന് പറയുമ്പം ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു പ്ലാന് അല്ലെങ്കിൽ ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ ടെക്നിക്സ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള പ്രപ്പോസ് ചെയ്യാനോ എക്സിക്യൂട്ട് ചെയ്യാനോ ഉള്ള ഒരു ഫ്രീഡത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്.
ഏതൊരു കാര്യവും മുൻപിട്ടിറങ്ങി ചെയ്യാനുള്ള അല്ലെങ്കിൽ മറ്റൊരാളുടെ നിർബന്ധത്തിലല്ലാതെ സ്വയം മുന്നോട്ടിറങ്ങി ചെയ്യാനുള്ള ഒരു എംപ്ലോയീസിൻ്റെ കഴിവിനെ സുപ്പീരിയേഴ്സ് എന്ത് ചെയ്യണം, എപ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത്. എന്നാൽ അത് ഒരു കമ്പനീസിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടും ആ കമ്പനിയുടെ റിസൾട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതുമായിരിക്കണം എന്നാണ് പറയുന്നത്. 14th പ്രിൻസിപ്പിളാണ് എസ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രഞ്ച് ഫ്രേസാണ്. ഇതിനർത്ഥം പറയുന്നത് മൊറേൽ ഓഫ് എ ഗ്രൂപ്പ് എന്നാണ്. ഒരു മാനേജർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ ഒരു ഓർഗനൈസേഷൻ്റെ യൂണിറ്റിയും ഹാർമണിയും പ്രൊമോട്ട് ചെയ്യുക എന്നത്. ഇതുവഴി നമ്മുടെ ഒരു ടീം സ്പിരിറ്റും മ്യൂച്വൽ ലൊയാലിറ്റിയും ബൂസ്റ്റ് ചെയ്യാനും കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കാനും സഹായിക്കും എന്നാണ് ഈ പ്രിൻസിപ്പിളിൽ ഫയോൾ പറയുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.